ഹലോ. ഹലോ, ഇത് ഞാനാടി പവിത്രയെ സംസാരിക്കുന്നെ. ആ പറയടി. നീ എന്താ ചെയ്യുന്നെ? ഉറങ്ങാണോ? അതെ, ഉറങ്ങാടി. സോറിടി, ഞാൻ നിന്നെ ശല്യം ചെയ്തോ? കുഴപ്പമില്ലടി. കാര്യം എന്താ പറയ്. അതൊന്നുമില്ലടി, എന്റെ ഭർത്താവുണ്ടല്ലോ, എന്തോ ജോലിക്കാര്യത്തിന് വേണ്ടി നിന്റെ നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോ എനിക്ക് പെട്ടെന്നാണ് നിന്റെ ഓർമ്മ വന്നത്. ഉം. പാവം, അങ്ങേർക്ക് അവിടെ വേറെ ആരെയും അറിയില്ല. അദ്ദേഹം നിന്റെ നാട്ടിലേക്ക് എത്തിയ നിന്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞ് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറയാമോ? ഓ അതെയോ, ശരി, ഞാൻ നോക്കിക്കോളാം. അല്ല, എപ്പോഴാ അദ്ദേഹം പുറപ്പെടുന്നേ? അദ്ദേഹം ഓൾറെഡി പുറപ്പെട്ടല്ലോ. നാളെ രാവിലെ അങ്ങോട്ട് എത്തും. ശരി. ഞങ്ങളുടെ വീടിന്റെ അഡ്രസ് നിനക്കറിയാലോ? അറിയാടി. അത് നീ ഹസ്ബൻഡിന് കൊടുത്തേര്. ശരിയടി. ശരി, അദ്ദേഹം വരട്ടെ, ഞാൻ നോക്കിക്കോളാം. വളരെ നന്ദിയുണ്ടടി. ഒന്നും സാരല്ലടി. ഞാൻ നിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തേക്കാം. ശരി, എന്നാ ഞാൻ വെക്കട്ടെ. ശരിയടി. അതെ, വീട്ടിലാരെങ്കിലും ഉണ്ടോ? വീട്ടിലാരെങ്കിലും ഉണ്ടോന്ന്? അതാ വരുന്നു. ഹായ്. ഹായ്, ആരാ നിങ്ങള്? ഞാൻ പവിത്രയുടെ ഹസ്ബൻഡാണ്. ഓ, നിങ്ങളാണോ അത്? അവൾ നിങ്ങളെ വിളിച്ചിരുന്നോ? എന്നെ വിളിച്ചിരുന്നു, എല്ലാം പറഞ്ഞു. ശരി, നിങ്ങൾ കയറി വരൂ. അങ്ങോട്ടിരിക്കൂ. ശരി. ഞാൻ രാവിലെ തന്നെ വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അതിരിക്കട്ടെ, അഡ്രസ് എങ്ങനെയാ കൃത്യമായിട്ട് കണ്ടുപിടിച്ചത്? എൻ്റെ ഭാര്യ തന്നെ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്, ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞ് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. ഓ, അത് ശരി. അല്ല, നിങ്ങൾ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ ഏരിയയിൽ ഒരു സ്ഥലം വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. അത് കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓ അതെയോ. നിങ്ങൾ ഇവിടെ തന്നെ ജനിച്ച് വളർന്നതല്ലേ, നിങ്ങൾ മുഖേന ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ശരി, നിങ്ങളിരിക്കെ ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ശരി. അല്ല, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. ശരി, അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കോഫി കുടിക്കാം. വരൂ. ദാ കഴിക്കാം. ടിഫിൻ നല്ല രസമുണ്ട്. താങ്ക്സ്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ? ഹോട്ടലോ? ഹോട്ടൽ എന്തിനാ? അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയാ. ഹോട്ടലൊക്കെ എന്തിനാ? ഇവിടെ ഇത്രയും വലിയ വീടുണ്ടല്ലോ, എന്തിനാ ഹോട്ടലിൽ താമസിക്കുന്നത്? ഇവിടെ തന്നെ താമസിച്ചോളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവ് അവിടെ കാണുന്നില്ല? പുള്ളി ഒരു ബിസിനസിന്റെ കാര്യമായിട്ട് ദുബായ് പോയിരിക്കുക. തിരിച്ചു വരാനൊരു 10-15 ദിവസം ആവും. എന്നാ ശരി. എന്നാ ശരി, എൻ്റെ കൂടെ വരൂ, ഞാൻ താമസിക്കാനുള്ള മുറി കാണിക്കാം. വരൂ. നിങ്ങൾ ഈ മുറിയിൽ താമസിച്ചോളൂ.
ശരി. ആ, ശരി, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാട്ടോ. ആ ശരി. ഇതെടുത്തോളൂ, ഇതെന്റെ ഹസ്ബൻഡിന്റെയാ. നിങ്ങളിത് യൂസ് ചെയ്തോളൂ. ഓക്കെ. വേണമെങ്കിൽ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് റെസ്റ്റ് എടുത്തോളൂ. ആ ശരി. ഡാമോ, ഇവളെ കാണാൻ എന്തൊരു ഭംഗിയാ. എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ മെല്ലെ സംസാരിച്ച് നമ്മുടെ ലൈനിലേക്ക് കൊണ്ടുവന്നേക്കണം. വരൂ, നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് തന്നെ ഉണ്ടാക്കി തന്നേക്കാം. വേണ്ട, സാരില്ല. ഞാൻ ആ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. വരാൻ കുറച്ച് ലേറ്റാവും. എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും ശരി, ലഞ്ച് കഴിക്കാൻ ഇങ്ങോട്ട് തന്നെ വരണം. ശരി, ഒരു മിനിറ്റ്. ഹലോ, ആ നിങ്ങൾ എത്തിയോ? ആ ശരി, ഞാനിതാ വന്നേക്കാം. സ്ഥലത്തിൻ്റെ പാർട്ടികൾ കാർ അയച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പം തന്നെ പോകണം. ശരി, പോയിട്ട് വരൂ. ലഞ്ച് ടൈം ആവുമ്പോ ഇങ്ങനെ വന്നേക്കണം, കേട്ടല്ലോ? ശരി, ഞാൻ തീർച്ചയായും വന്നേക്കാം. ശരി. ഏയ് പവിത്രേ, എനിക്ക് സുഖാടി. നിനക്ക് സുഖാണല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ഭർത്താവ് അവിടെ എത്തിയല്ലോ അല്ലേ? ആ വന്നടി. രാവിലെ കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു. അദ്ദേഹം അതൊക്കെ കഴിച്ചു. പുറത്ത് ഹോട്ടലെടുത്ത് താമസിക്കാൻ പോവാന്നാ പറഞ്ഞേ. നമ്മുടെ വീടുള്ളപ്പോ അതെന്തിനാ ഇവിടെ തന്നെ താമസിച്ചോളാൻ പറഞ്ഞു. പുള്ളിക്കാരനും ഓക്കെ പറഞ്ഞു. കുറച്ചു മുമ്പാ ആ സ്ഥലത്തിന്റെ ആൾക്കാർ കാർ അയച്ചത്. അവരെ കൂടെ പോയിരിക്കുക. അങ്ങനെയാണോ? വളരെ നന്ദിയടി. അങ്ങേരെങ്ങാനും ഹോട്ടലിൽ തങ്ങി വല്ലാതെ ബുദ്ധിമുട്ടൊന്ന് കരുതി പേടിച്ചിരിക്കായിരുന്നു. വളരെ താങ്ക്സ്. ഇതിനൊക്കെ എന്തിനാടി താങ്ക്സ് പറയുന്നേ? അല്ല, നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? അടുത്ത മാസം കുട്ടികൾക്ക് ലീവല്ലേ, അപ്പൊ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങോട്ട് വരാം. അതെയോ? ശരിയടി, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. ആ ആയിക്കോട്ടെ. ഓ, നിങ്ങളായിരുന്നോ? എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? പോയ കാര്യമൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു തീരാൻ കുറേ സമയമാവുമെന്ന്. പക്ഷേ പോയ ജോലി പെട്ടെന്ന് കഴിഞ്ഞു. ശരി, അകത്തേക്ക് വരൂ. നിങ്ങളൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഭക്ഷണം റെഡിയാവും, എന്നിട്ട് കഴിക്കാം. ശരി. അതെ, പവിത്രയുടെ കെട്ടിയോനെ, ഇങ്ങോട്ട് വരൂ. ബിരിയാണി റെഡിയായി, വന്ന് കഴിക്കൂ. അതാ വരാം.
ബിരിയാണി ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതുവരെ എത്രയോ 5 സ്റ്റാർ ഹോട്ടൽസിൽ വ്യത്യസ്തമായ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ബിരിയാണി ഇതുവരെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. എൻ്റെ ഭാര്യയെക്കാളും നിങ്ങൾ നല്ല ടേസ്റ്റായി പാചകം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ടിരുന്നെങ്കിലേ ഞാൻ തീർച്ചയായും നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. തലവേച്ചിട്ട് നിങ്ങളോ? എന്തു പറ്റി? നല്ല തലവേദനയുണ്ട്. കുറച്ച് ചൂടുവെള്ളം വെച്ച് തരുമോ? അതെയോ, ശരി, നിങ്ങൾ അങ്ങോട്ടിരിക്കെ, ഞാൻ പോയി ഇട്ടെടുത്തോണ്ട് വരാം. ശരി. ചെല്ലേ. അതെ, ചൂടുവെള്ളം ചോദിച്ചില്ലേ, കൊണ്ടുവന്നിട്ടുണ്ട്. തലവേദന കൂടുതലാണെങ്കിൽ വീട്ടിൽ ടാബ്ലറ്റ് ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ശരി. ഇത് കഴിച്ചോളൂ. ടാബ്ലറ്റ് കഴിച്ചില്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും തലവേദന മാറിക്കോളും.
നിങ്ങൾ റെസ്റ്റ് എടുത്തോ. ശരി, വളരെ നന്ദിയുണ്ട്. ഉം. അതെ, നിങ്ങളോടാ. ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഉം. അതെ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവുക. എന്ത് പറ്റി? എന്താ പെട്ടെന്ന്? വന്ന ജോലി വേഗം കഴിഞ്ഞു, അതുകൊണ്ടാ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. അതെയോ? അതെ, ഉം. നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. ഒന്ന് ഇവിടെ വന്ന് ഇരിക്കുകയോ? നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ടിരുന്നാലോ? നിങ്ങളെനിക്ക് കുറച്ച് സന്തോഷം തരാൻ കഴിയുമോ? എന്താ ഇത്? എന്തൊക്കെയായി ചോദിക്കുന്നേ? നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ. ദേ നോക്ക്, എനിക്കെൻ്റെ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തെ ചതിക്കാൻ എനിക്ക് പറ്റില്ല. അതെ, നിങ്ങളെങ്ങനെയാ അകത്ത് വന്നത്? വാതില് തുറന്നിരിക്കുമായിരുന്നു. ശരി, കാര്യം എന്താന്ന് പറഞ്ഞിട്ട് പോവൂ. പ്ലീസ്, എൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കൂ. എനിക്ക് താല്പര്യമില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ. ദയവേത് ബുദ്ധിമുട്ടിക്കരുത്. ഇനി മേലാൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്.
അതെ അതെ, ഒന്ന് വരുമോ? അതാ വരുന്നു. ഞാനെന്നാ പോവാണ്. ദാ ചായ കുടിക്കൂ. ഞാനിന്നലെ പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അതേപോലെ ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞേക്കരുത്.